ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ സൂര്യയോട് കുറേശ്ശെ നടക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നന്ദിനി സൂര്യയെ നടത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ സൂര്യ നിലത്ത് കാല് കുത്തുന്ന സമയത്ത് അയ്യോ എനിക്ക് നടക്കാൻ കഴിയില്ല, എനിക്ക് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് നന്ദിനി ഇന്ന് എനിക്ക് നടക്കാൻ വയ്യ, നമുക്ക് മറ്റൊരു ദിവസം മതി എന്ന് പറഞ്ഞ് വീണ്ടും കട്ടിലിൽ ഇരിക്കുന്ന സമയത്ത് നന്ദിനി പറയണേ, എങ്കിൽ സൂര്യ സാറ് തനിച്ച് നടക്കണ്ട, എന്നോടൊപ്പം നടന്നാൽ മതി. അതെങ്ങനെ? എൻ്റെ കാലിൽ സൂര്യ സാറിൻ്റെ കാല് വെച്ച് പതിയെ ഞാൻ നടത്തിക്കാം. അപ്പോൾ സൂര്യ പറയണ, നന്ദിനി നിന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ എന്തുമാത്രം അധികം ഭാരമുണ്ട്, അപ്പോൾ നിനക്കുണ്ട് എന്നെ നടത്തിക്കാനൊക്കെ കഴിയുമോ? അതൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് സാർ ആദ്യം എൻ്റെ കാലിലേക്ക് സാറിൻ്റെ കാല് വയ്ക്ക്, എന്നിട്ട് കുറേശ്ശെ ഞാൻ നടത്തിപ്പിക്കാം. അയ്യോ നന്ദിനി, നിന്നെക്കൊണ്ട് പറ്റില്ല, എന്നെ നടത്തിക്കാൻ കഴിയില്ല. അതൊക്കെ പറ്റും സാർ, ഞാൻ ആദ്യം പറയുന്നത് പോലെ കേൾക്ക് എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കാലിലേക്ക് സൂര്യ കാലുകൾ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി സൂര്യയും കൂടി നടക്കാൻ ഒരുങ്ങുമ്പോൾ സൂര്യ നന്ദിനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കേട്ടോ നടക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഈ നടത്തം കണ്ടുകൊണ്ടാണ് വിജയൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത്. അപ്പോൾ നന്ദിനിയും സൂര്യയും ചേർത്ത് പിടിച്ചതോടുകൂടി അവർ തമ്മിൽ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും പരിസരബോധമില്ലാതെ രണ്ടുപേരും ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. അത് കാണുന്ന വിജയൻ പറയുകയാണ് മനസ്സിൽ, അളിയ നീ എത്ര ഭാഗ്യവാനാടാ, എനിക്ക് ഇതുപോലെ ഒരു അവസരം ഉണ്ടാകുമോ? എൻ്റെ കാല് ഇതുപോലെ സുഖമില്ലാതായ ഇന്ദ്രജയുണ്ടോ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുക? നീയൊക്കെ ഭാഗ്യവാനാണ്, എനിക്കൊന്നും അതിനുള്ള ഒരു ഭാഗ്യവുമില്ല എന്ന് പറയുന്ന സമയത്താണ് പെട്ടെന്ന് ഇന്ദ്രജ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. അതോടുകൂടി ഇന്ദ്രജയ്ക്ക് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എന്താണാവോ ഇത്ര നോക്കി നിൽക്കാനുള്ളത്? എന്നാൽ ഒരു കസേര എടുത്ത് തരട്ടെ, എന്നാൽ ഇരുന്ന് ആസ്വദിച്ച് കണ്ടോ. അയ്യോ ഇന്ദ്രജ, ഞാനിത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് പോയതാണ്. അപ്പോഴത്തേക്കും പത്മ അവിടേക്ക് വരികയാണ്, കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി വിജയനെ വിളിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. രണ്ടുപേരും സൂര്യയും നന്ദിനിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുന്നത്, പരിസരം മറന്ന് നടക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് വിജയൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു നിൽക്കാതെ നീ വരുന്നുണ്ട് ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് വിജയനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ വിജയനും പത്മയും ഓഫീസിലെത്താണ്. ആ സമയത്ത് വിവേക് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ പത്മ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ വിവേകിനെ നോക്കുന്നത്. ഇവനെ ഞാൻ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ ഇവ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടു. അങ്ങനെ ക്യാബിനിലേക്ക് ചെന്ന് മാനേജറെ വിളിക്കുകയാണ്. ഞാനല്ലേ രാവിലെ വിളിച്ച് പറഞ്ഞത് വിവേക് ഇനി ഓഫീസിൽ പാടില്ല, അവനെ ടെർമിനേറ്റ് ചെയ്യാൻ, പിന്നെന്താ അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് പിന്നെ മേഡം, ഞാൻ ടെർമിനേഷൻ ലെറ്ററുമായിട്ട് വിവേകിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവനത് വാങ്ങാൻ കൂട്ടാക്കിയില്ല, മേഡം വരട്ടെ എന്നാണ് പറഞ്ഞത്, എനിക്ക് മേഡത്തിനോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. എങ്കിൽ അവനോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറ. അങ്ങനെ വിവേകിനെ മാനേജർ ചെന്ന് പറയുകയാണ്, പത്മ മേഡം വിളിക്കുന്നുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ വിവേക് ക്യാബിനിലേക്ക് വരുന്നതിൻ്റെ മുന്നേ വിജയൻ എരിപിരി കയറ്റുകയാണ്. അത്രയ്ക്ക് അഹങ്കാരമോ? അവന് സൂര്യയുടെ ബലമുണ്ട് എന്ന് കരുതിയാണ് അവൻ ഇവിടെ നിന്നും പോവാത്തത്, അവൻ ടെർമിനേഷൻ ലെറ്റർ വാങ്ങാത്തത്, അവനെ വെറുതെ വിടരുത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റാണ്. അങ്ങനെ വിവേക് ചെന്ന സമയത്ത്, നിനക്കല്ലേ ടെർമിനേഷൻ ലെറ്റർ തന്നത്, പിന്നെ എന്താ നീ അത് വാങ്ങാതിരുന്നത്? അത് പിന്നെ മേഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ നിന്ന് ടെർമിനേഷൻ ചെയ്യുന്നത്? നിനക്ക് ടെർമിനേഷൻ ലെറ്റർ തന്നപ്പോൾ നീ അത് വാങ്ങിയില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. എന്താ മേഡം ഈ പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തില്ലേ? നീ കമ്പനിയിലെ പൈസ മുക്കാൻ നോക്കിയില്ലേ? എന്താ മേഡം ഈ പറയുന്നത്? എനിക്ക് ഈ നിൽക്കുന്ന വിജയൻ സാറാണ് എൻ്റെ കയ്യിൽ ആ ബാഗ് തന്നതും ചെക്ക് ലീഫ് തന്നതും, അതിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇടത്തിൻ്റെ മുന്നിൽ തന്നെ വിജയൻ സാർ ഇരിക്കുന്നുണ്ടല്ലോ, സാറിനോട് ചോദിച്ചു നോക്ക്. അപ്പോൾ വിജയ്, എനിക്കൊന്നും അറിയില്ല, ഇവൻ വെറുതെ കള്ളം പറയും. എന്തിനാണ് സാറ് വെറുതെ കള്ളം പറയുന്നത്? സാറ് തന്നത് അതേപോലെ കൊണ്ടുപോവുകയല്ലേ ഞാൻ ചെയ്തത്. ഓ പത്മ പറയണേ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീ ടെർമിനേഷൻ ലെറ്റർ വാങ്ങുന്നുണ്ടോ? ഞാൻ ഈ ടെർമിനേഷൻ ലെറ്റർ വാങ്ങില്ല, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുന്നത്? അതുകൊണ്ട് ഞാൻ വാങ്ങില്ല എന്ന് പറയുമ്പോൾ പത്മ പറയണേ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഇത് എൻ്റെ കമ്പനിയാണ്, സൂര്യയുടെ ബലത്തിൽ നീ എന്നോട് വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട. സൂര്യയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് എൻ്റെ കമ്പനിയാണ്, ഞാൻ പറയുന്നതാണ് ഇവിടെ തീരുമാനങ്ങൾ, ഞാൻ എന്താണോ പറയുന്നത് അതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. മര്യാദയ്ക്ക് നിന്നോട് ഇവിടെ നിന്ന് പോവാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വിവേകിനെ ആട്ടിയിറക്കുകയാണ് കേട്ടോ. അങ്ങനെ വിവേക് വിഷമത്തോട് കൂടി ടെർമിനേഷൻ ലെറ്ററും വാങ്ങി ഓഫീസിൽ നിന്നങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഓഫീസൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് നേരെ ആരതിക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി വിവേക് എന്ന് ചോദിക്കുമ്പോൾ സ്വരമൊക്കെ ഒരു സങ്കടം പോലെ ഉണ്ടല്ലോ, എന്താ പറ്റിയത്?
ഒന്ന് ഇവിടെ നിന്നും പത്മ മേഡം ഓഫീസിൽ നിന്നും പിരിച്ചുവിട്ടു. എന്താ ഉണ്ടായത്? അപ്പോൾ പത്മയോട് വിവേക് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ആരതി നന്ദിനിയെക്കുറിച്ച് കള്ളം പറഞ്ഞില്ലേ സൂര്യയോട്, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ അതുപോലെ ആരതി പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചതും എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും എല്ലാം ചെയ്തത്. എന്നിട്ടിപ്പോൾ ഞാൻ തെറ്റുകാരനാവുന്നു എന്ന് ചോദിച്ച് വിവേക് പത്മയുടെ മുന്നിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പത്മയ്ക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ടാണ് ആട്ടി ഇറക്കി വിടുന്നത്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആരതിയോട് വിവേക് പറയട്ടോ. അപ്പോൾ ആരതി പറയണ്, സൂര്യേട്ടനോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സൂര്യ വയ്യാതെ കിടക്കുന്ന ഈ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവനെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അപ്പോൾ ആരതി പറയും, അതും ശരിയാണ്, നമുക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു ജോലി കിട്ടും വിവേക്, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും പോവാം, ഈ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാം. ഇപ്പോൾ വിവേക് മറ്റെവിടേക്കും പോവാതെ നേരെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് ആരതി ഫോൺ വെക്കാൻ കേട്ടോ. അങ്ങനെ വിവേക് വിഷമത്തോടു കൂടി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പത്മയും വിജയനും സന്തോഷിക്കുകയാണ്. വിവേകിനെ ഓഫീസിൽ നിന്നും ആട്ടി പുറത്താക്കിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. പെട്ടെന്നാണ് വിജയൻ ആ ബോർഡ് കാണുന്നത്. പത്മയുടെ മുന്നിലിരിക്കുന്ന ബോർഡ് പത്മ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ വിജയൻ പെട്ടെന്നാണ് കണ്ടപ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. എന്തിനാടാ ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചയെടുത്ത് വിളിക്കുന്നത്, എന്താ കാര്യം? അയ്യോ ആൻറ്റി ഇതേ നോക്ക് എന്ന് പറഞ്ഞ് ആ ബോർഡ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ നന്ദിനി സൂര്യ എന്നാണ് കേട്ടോ CEO എന്ന് ബോർഡിൽ എഴുതിയത് കണ്ടതോടുകൂടി പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ പത്മ മാനേജറെ വിളിക്കുകയാണ്, എന്താണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാഡം സൂര്യ സാറ് പറഞ്ഞിട്ടാണ്. സൂര്യ പറഞ്ഞ അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്യുമോ? എന്നോട് ചോദിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, ഞാനല്ലേ ഇവിടെ ഓണർ ഉള്ളത്. അപ്പോൾ സൂര്യ പറഞ്ഞാൽ എന്തും അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? എന്നോട് ചോദിക്കണം. ഇങ്ങനെ സൂര്യ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്നെ വിളിച്ച് അറിയിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് മാനേജറോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ മാനേജർ പത്മയോട് സോറി പറഞ്ഞ ശേഷമാണ് പോകുന്നത്. അപ്പോൾ പത്മ വിജയനോട് പറയണേ, ഇതാ ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടേക്ക്. അപ്പോൾ വിജയൻ പറയണേ, ഇത് ഡസ്റ്റ്ബിന്നിലൊന്നും ഇടണ്ട, ഞാൻ തെരുവിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞോളാം എന്ന് പറഞ്ഞ് ആ ബോർഡും എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് പത്മയുടെ ക്യാബിനിലെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെ അതുമായിട്ട് അങ്ങ് പോകുന്ന സമയത്താണ് പെട്ടെന്ന് നേരെ മുന്നിൽ സൂര്യയും നന്ദിനിയും നിൽക്കുന്നത്. സൂര്യ വീൽ ചെയറിൽ നന്ദിനി ഒന്നിങ്ങൊണ്ടാണ് കേട്ടോ വരുന്നത്. അതോടുകൂടി വിജയൻ പെട്ടെന്ന് അതറുകയാണ്. കൃത്യസമയത്ത് തന്നെ ഇവിടെയും സുഖമില്ലാതിരുന്നിട്ട് പോലും സൂര്യ ഇവിടെ എത്തിയല്ലോ എന്ന് സ്വയം മനസ്സിൽ പറയുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയെ കണ്ടതോടുകൂടി കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും സൂര്യയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ്. എങ്ങനെയുണ്ട് സൂര്യ സാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ സൂര്യ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് സൂര്യ പറയണം, നിങ്ങൾ എല്ലാവരോടും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ വിജയൻ്റെ ആ പതർച്ചയും വിജയൻ്റെ കള്ളത്തരവും കാണുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അല്ല എന്താ അളിയ ഒരു കള്ളത്തരമുണ്ടല്ലോ? ഒന്നുമില്ല സൂര്യ. അല്ല എന്താ അളിയൻ്റെ കയ്യിൽ പുറകിൽ മാറ്റി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാനിത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടാൻ. അയ്യോ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞങ്ങ് വഴുതുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയാനാണ് പെട്ടെന്ന് വിജയൻ്റെ നാവ് വഴങ്ങുന്നത്. അതോടുകൂടി സൂര്യക്ക് സംശയം വരിക കേട്ടോ. എന്താ അളിയൻ പറഞ്ഞത്? മുഴുവനായി കേട്ടില്ല. കയ്യിൽ എന്താണുള്ളത്? അത് പിന്നെ സൂര്യ, ഈ ബോർഡ് ടേബിളിൽ ഇരുന്നതാണ്, ഇത് കളയാൻ വേണ്ടി നോക്കിയത്. അയ്യോ കളയാനല്ല, ഇത് കാറിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോഴത്തേക്കും സൂര്യക്ക് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ സൂര്യ പറയാണ്, ആരാണ് ഈ ബോർഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞത്? ഇത് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ 2 സെക്കൻഡിനുള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കണം. അതോടുകൂടി വിജയൻ പേടിച്ച് ആ ബോർഡുമായി നേരെ പത്മയുടെ ക്യാബിനിലേക്ക് ചെല്ലേണ്ട. അപ്പോൾ പത്മ ചോദിക്കുകയാണ്, എന്താ വിജയ ഇതുമായിട്ട് വീണ്ടും വന്നത്? അത് പിന്നെ സൂര്യ എത്തിയിട്ടുണ്ട് മാഡം. സൂര്യയോ? അതെ, കൃത്യസമയത്ത് തന്നെ സൂര്യ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സൂര്യ സ്റ്റാഫുകളെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ ഭാര്യ നന്ദിനിക്ക് ഈ കമ്പനിയിലെ സൈനിങ് അതോറിറ്റി കൊടുത്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുപോലെ ഇനി മുതൽ ഈ കമ്പനിയുടെ CEO ആയിട്ട് നന്ദിനിയാണ് ഉണ്ടാവുക. ഈ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നന്ദിനിയാണ് ഇനി നോക്കാൻ പോകുന്നത്. അതോടുകൂടി എല്ലാവരും അങ്ങ് കൈയടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി സൂര്യയുടെ ചെവിയിൽ പറയുന്നത്, എന്താണ് സാർ ഈ പറയുന്നത്? എന്നോട് കമ്പനിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് കമ്പനിയിൽ എന്തോ ഒരു ഫയൽ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ, എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി
നന്ദിനി ഇനി കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് നീ ഒന്നും ചെയ്യേണ്ട. ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താൽ മതി. നീ ഒന്നും അറിയാതെ ഒന്ന് നിന്ന് തന്നാൽ മതി. വേറെ ഒന്നും നീ അറിയണ്ട. തൽക്കാലം നീ ഇപ്പം മിണ്ടാതിരിക്കെ, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ മതി എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും പത്മയും വിജയനും കൂടി അവരുടെ അടുത്തേക്ക് വരികയാണ്. പത്മയെ കണ്ടതോടുകൂടി സൂര്യ പത്മ കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയുകയാണ്, നിങ്ങളോട് പറഞ്ഞതുപോലെ ഇനി മുതൽ കസേരയിൽ നന്ദിനിയാണ് CEO ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നന്ദിനിയാണ് ചെയ്യുക. ആനന്ദ്, ഇനി മുതൽ ചെക്കിൽ ഒപ്പിടാനും ഫയലിൽ ഒപ്പിടാനും എല്ലാം നന്ദിനിയാണ് ചെയ്യേണ്ടത്. നന്ദിനിക്കാണ് നിങ്ങൾ എല്ലാവരും മുതൽ ഫയലും ചെക്കും എല്ലാം ഒപ്പിടാൻ വേണ്ടി കൊണ്ടുകൊടുക്കേണ്ടത്. ആനന്ദ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? സൂര്യ സാർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതോടുകൂടി പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നിർത്തുന്നുണ്ടോ സൂര്യ? നീ എന്താണ് നിന്റെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത്? ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാണ്. എനിക്ക് തോന്നിയവരൊക്കെ പിടിച്ച് CEO ആക്കാൻ ഇതെന്താ തമാശ കളിക്കുന്ന സ്ഥലമാണെന്നാണോ നീ കരുതിയത്? ഇത് ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉയർത്തി കൊണ്ടുവന്ന കമ്പനിയാണ്. അപ്പോൾ സൂര്യ പറയുന്നത്, അത് ഞാൻ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന കമ്പനി തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കമ്പനിയിലേക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുമാണ് ഈ കമ്പനി ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. അതുകൊണ്ട് എനിക്കും ഈ കമ്പനിയിൽ തുല്യ അവകാശമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കമ്പനിയിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള അധികാരവും ഉണ്ട്. അതോടുകൂടി പത്മ പറയുന്നത്, നീ എന്ത് കരുതി? ഇവൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് CEO ആയിട്ട് ഇവളെ ഇവിടെ ഇരുത്താൻ? ഇവൾക്ക് എന്ത് യോഗ്യതയാണ് അതിനുള്ളത്? നീ എന്താ തമാശ കളിക്കുകയാണോ? CEO എന്ന് വെച്ചാലേ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ. അയാൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ മതി, ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ മതി, അതോടുകൂടി കമ്പനി തകരാൻ. സൂര്യ പറയണ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ കമ്പനി തകരാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് മതിയെന്ന്. എന്തെങ്കിലും അശ്രദ്ധ മതി കമ്പനി അതോടുകൂടി തകരാൻ. പക്ഷേ എന്നെക്കാളും നിങ്ങളെക്കാളും ഈ കമ്പനിയിലെ ഓരോ സ്റ്റാഫുകളെക്കാളും ഏറ്റവും കൂടുതൽ യോഗ്യത നന്ദിനിക്കാണ് ഉള്ളത്. നന്ദിനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം. നന്ദിനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളെക്കാൾ എല്ലാവരേക്കാളും പിന്നെ തകരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നന്ദിനിക്ക് എല്ലാവരേക്കാളും കൂടുതൽ അറിയാം. അതോടുകൂടി പത്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.